All these days we are meditating and learning from the epistle of Peter, the first epistle of Peter. ഈ കഴിഞ്ഞ ചില മാസങ്ങളായി ദൈവസഭ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തു വരുന്നത് അപ്പോസ്തലനായ പത്രോസ് ദൈവസഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നായിരുന്നുവല്ലോ. Of the parables, Jesus said like this. ഉപമകളിൽ ഒന്നിൽ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: A man sowed a good seed in his field. ഒരു കൃഷിക്കാരൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. But after few months when he went there, he saw a lot of tares also coming in that field. ചില നാളുകൾക്ക് ശേഷം ആ വിതക്കാരൻ കൃഷിക്കാരൻ താൻ വിത്ത് വിതച്ച ആ നിലത്തേക്ക് വന്നപ്പോൾ താൻ വിതച്ച വിത്തിനോടൊപ്പം തന്നെ കളകളും വളർന്നു വലുതായത് കണ്ടു. It is true, it is not the farmer who saw the tares കാര്യം ശരിയാണ്. or the weeds. ആ വിതക്കാരൻ വിതച്ചത് വിത്താണ്, ആ വിതക്കാരനല്ല കളകളെ വിതച്ചത്. So the disciples asked Jesus, how did this happen? ഇത് കണ്ട ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഗുരു, ഇതെങ്ങനെ സംഭവിച്ചു? Is it not the good seed the farmer sow in his field? തൻ്റെ കൃഷിയിടത്തിൽ തൻ്റെ നിലത്തിൽ ആ കൃഷിക്കാരൻ വിതച്ചത് നല്ല വിത്തായിരുന്നില്ലയോ? How did these tares come in the field, in the church? എന്നിട്ടും തനിക്കുള്ളതിലേക്ക് വെച്ച് ഏറ്റവും നല്ല വിത്ത് വിതച്ചിട്ടും ആ വിത്തിനോടൊപ്പം എന്തുകൊണ്ടാണ് ഗുരു ഈ കളയും വളർന്നു വന്നത്? And Jesus answered, അതിന് മറുപടി കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: that was the work of the enemy. അത് ശത്രുവിൻ്റെ പ്രവൃത്തിയാണ്. So enemy is looking into good fields so that he can sow the weeds. അതുകൊണ്ട് ശത്രു എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല നിലത്തെയാണ്, നല്ല വിത്ത് വീണ നല്ല നിലത്തെയാണ്. കാരണം അതിനകത്താണ് അവന് കള വിതയ്ക്കുവാൻ കഴിയുന്നത്. He doesn't want to go and take a desert land and cultivate his weeds. ഒരിക്കലും പിശാചിനെ, ശത്രുവിന് ഒരിക്കലും ഒരു മരുഭൂമിയിൽ പോയി തൻ്റെ കള വിതച്ച് അതിനെ വലുതാക്കാനൊന്നും ഒരു താല്പര്യമില്ല. നല്ല വിത്ത് വീണ നിലത്തിലാണ് കള വളരുവാൻ പിശാച് ആഗ്രഹിക്കുന്നത്. He's always looking into the good soil where good seeds are sown. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ എല്ലാ കാലത്തെയും ഉള്ളൊരു നോട്ടം എന്ന് പറയുന്നത് നല്ല വിത്ത് വീണ നല്ല നിലമാണ് തൻ്റെ കളകൾ വാരി വിതയ്ക്കുവാൻ പിശാച് നോക്കിക്കൊണ്ടിരിക്കുന്നു. So it was the duty of the farmer to make sure that no enemy is coming to sow the weeds in his field. അതോടൊപ്പം തന്നെ കൃഷിക്കാരനൊരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. താൻ വിതച്ച വിത്തിനോടൊപ്പം, താൻ വിതച്ച നല്ല വിത്തിനോടൊപ്പം കളകൾ വളരുന്നുണ്ടോ എന്ന് രാപ്പകൽ അതിനെ ചുറ്റിപ്പറ്റി നോക്കേണ്ടുന്ന, ജാഗ്രതയോടെ അതിനെ കാത്തുപരിപാലിക്കേണ്ടുന്ന ഉത്തരവാദിത്തം കൃഷിക്കാരനുള്ളതാണ്. So it is the duty of every believer and the leadership to make sure that you get the right word from the Bible. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയുടെയും തങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ളൊരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന ആലോചന, വചനം അത് ദൈവത്തിൻ്റെ തന്നെയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. Don't take anything for granted or just because Pastor Daniel spoke it. കാരണം കർത്താവിന് പാസ്റ്റർ ഡാനിയൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം സ്വീകരിക്കണമെന്നില്ല. Examine the word of God. തിരുവെഴുത്ത് പറയുന്നത് പോലെ അത് വചനപ്രകാരം തന്നെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ദിനം പ്രതി ശോധന ചെയ്യണം. Be a Berean Christian. വേദപുസ്തകത്തിൽ പറയുന്ന ബെരോവയിലെ ചർച്ചിനെ പോലെ തന്നെ ആയിരിക്കണം. Now after hearing the word of God, when you go back to a home, discuss with your family and with one another what we heard today. Is it in accordance with the word of God? Does it agree with the word of God? അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവസഭയോട് പറയാനുള്ളത്, ഇവിടെ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ അത് ഔവണ്ണം തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഭവനത്തിൽ പോയി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ചിരുന്ന് ദൈവവചനത്തിൽ ആശ്രയിച്ച് നിങ്ങൾ സംസാരിക്കണം. ഇത് തിരുവെഴുത്തിൻ പ്രകാരമുള്ള കാര്യമാണോ, ഇത് തിരുവെഴുത്തിൽ അനുശാസിക്കുന്ന കാര്യമാണോ എന്നൊക്കെ. Not to criticize the message, but to examine it whether it is in accordance with the word of God or not. ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗത്തെ തലനാരിഴ കീറി വിമർശിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ പറഞ്ഞത് ദൈവവചന പ്രകാരമുള്ളതാണോ അല്ലയോ എന്ന് വിവേചിക്കുക. What was the content of today's message? ഇന്നത്തെ പ്രസംഗത്തിൻ്റെ
അതിൻ്റെ ആകത്തുക എന്തായിരുന്നു? What was he trying to teach us? എന്തായിരുന്നു ഇന്നത്തെ പ്രസംഗത്തിലൂടെ ആ പ്രാസംഗികൻ നമ്മളെ പഠിപ്പിക്കുവാൻ മനസ്സുവെച്ചത്? Are they applicable? What are the things that we have to take into our life and apply in our day-to-day life? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്താൻ കൊള്ളാവുന്നതാണോ? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളോട് ഒത്തുപോകുന്നതാണോ അത്? In the end of the day, you should be able to find out the nutshell of that message and what was the preacher trying to say to the church and what I am supposed to apply in my Christian life. നിശ്ചയമായും അങ്ങനെ ഒരു വിവേചനത്തിന് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തെ, നിങ്ങൾ കേൾക്കുന്ന ആലോചനകളെ, പ്രസംഗങ്ങളെ നിങ്ങൾ വിധേയമാക്കുന്നു എങ്കിൽ നല്ലത് മുറുകെ പിടിക്കുവാൻ, തീയതിനെ വിട്ടുകളയുവാൻ നിങ്ങൾക്ക് കഴിയും. Human error may happen sometimes, or a slip of tongue may happen sometime. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാക്കും വാചകവും വിടാതെ നിങ്ങൾ പരിശോധിക്കണമെന്നാൽ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിലപ്പോഴൊക്കെ നാക്കുപിഴ സംഭവിച്ചേക്കാം. ചിലപ്പോഴൊക്കെ പറയുന്ന വർഷത്തിനോ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നേക്കാം, ഒരു മാറ്റം സംഭവിച്ചേക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ കാതലായ വിശ്വാസത്തിനെ ബാധിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുകയാണ് പ്രാമുഖ്യം. Make sure what is the application, what is the content that I have to take, what is the core of that message that I have to apply in my life. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മളോട് തന്നെ എടുക്കേണ്ടത് ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, ഇന്ന് കേട്ട പ്രസംഗത്തിൽ നിന്നും ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ പകർത്തേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ പ്രസംഗത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. So every time you hear the word of God, make sure that you absorb it in your spirit and your day-to-day life. ഇത് നിങ്ങൾ എല്ലാ കാലത്തും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച്, നിങ്ങൾ അതിനെ വിവേചിച്ച്, ഇത് ദൈവവചന പ്രകാരം തന്നെയാണോ അല്ലയോ എന്ന് നിങ്ങൾ ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കണം. Does it agree with the whole counsel of God? ദൈവത്തിൻ്റെ മുഴുവൻ ആലോചനയോടും ഒത്തുപോകുന്നതാണോ ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ? അത് നിങ്ങൾ വിവേചിച്ചറിയണം. Okay, now let's come to the book of Peter. ഇത്രയും ആമുഖമായി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ പ്രസംഗ ഭാഗത്തിലേക്ക് വരാം. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം. So, but I know that by this time you have some basic understandings about the book of Peter. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തെക്കുറിച്ച് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ ദൈവസഭ ഗ്രഹിച്ചു കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. You heard so many messages through different servants of God. നിരവധിയായ പ്രസംഗങ്ങൾ വ്യത്യസ്തരായ ദൈവദാസന്മാരിൽ നിന്നും ഇതിനോടകം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. That we can apply in our day-to-day life and mature in our Christian walk and be conformed to the image of Christ. അത് നമ്മുടെ ദൈനംദിന ആത്മീക ജീവിതത്തിൽ പകർത്തുവാനും ക്രിസ്തുവിൽ നമ്മൾ പക്വതയാർജിക്കുവാനും ആത്യന്തികമായി അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുവാനും വേണ്ടി ദൈവാത്മാവിനാൽ രചിക്കപ്പെട്ടതാണ് ഈ ലേഖനം. I purposely used 3 words in this sentence. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ വാചകത്തിൽ 3 വാക്കുകൾ ഞാൻ എടുത്തുപയോഗിച്ചത്. Number 1, അതിലൊന്ന്, you have to grow in your Christian life. നിങ്ങൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾ വളർച്ച പ്രാപിക്കണം. You have to be mature in your walk with God. ക്രിസ്തുവിനോടൊത്തുള്ള ഈ ജീവിതയാത്രയിൽ നിങ്ങൾ പക്വതയുള്ളവരായിരിക്കണം. And finally, you should be conformed to or partakers of the image of Christ. അങ്ങനെയുള്ള ഈ ജീവിതയാത്രയിൽ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന നിലയ്ക്ക് അവിടുത്തെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരണം. You have to grow, നിങ്ങൾ വളരണം, you have to mature, നിങ്ങൾ പക്വതയാർജിക്കണം, and finally you have to be partakers of the image of Christ. അവസാനമായി നിങ്ങൾ ക്രിസ്തുവിന്റെ പങ്കാളികളായി തീരണം. അവന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. So keep all those things in your mind. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ സംഗ്രഹിക്കണം. How are we going to attain that? എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ കഴിയുന്നത്? How can we grow spiritually? എങ്ങനെ ആത്മീകമായി നമുക്ക് ഇന്നലത്തേക്കാൾ അധികമായി ഇന്ന് വളരുവാൻ കഴിയും? How can we become a mature Christian? ഓരോ ദിവസം കഴിയുന്നോറും ക്രിസ്തുവിൽ നമുക്ക് എങ്ങനെയാണ് പക്വത പ്രാപിക്കുവാൻ കഴിയുന്നത്? How can we become the partakers of his divine nature? എങ്ങനെയാണ് അവിടുത്തെ ദിവ്യ സ്വരൂപത്തോട്
നമുക്ക് ജീവിതം കൊണ്ട് അനുരൂപപ്പെടുവാൻ കഴിയുന്നത്. And Peter very clearly says what we have to do to attain that position. ഈ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ സ്വായത്തമാക്കേണ്ടതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് മറപൊരുളില്ലാതെ അപ്പോസ്തലനായ പത്രോസ് ദൈവസഭയോട് പറയുകയാണ്. In 1 Peter chapter 2 verse 1 Peter says, പത്രോസ് എഴുതിയ 1 ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ദൈവസഭയോട് പത്രോസ് പ്രബോധിപ്പിക്കുന്നുണ്ട്. We have to remove or reject certain things from our life. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നിർബന്ധമായും ഒഴിവാക്കിയിരിക്കണമെന്ന്. And we have to take or consume the word of God. അത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ജീവിതത്തിൽ പ്രാപിക്കേണ്ടുന്ന, ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ടുന്ന ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. And Paul is very clear, it's using that word, unadulterated word of God. വളരെ കൃത്യമായി തന്നെയാണ് പത്രോസ് പറയുന്നത്, മായമില്ലാത്ത പാലെന്ന്. And if we take those things, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ we can grow. നിശ്ചയമായും അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളർച്ച സംഭവിക്കും. We can grow in Christ. നമ്മൾ ക്രിസ്തുവിൽ വളരും. We will become mature in Christ. ഓരോ ദിവസം കഴിയും തോറും ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്ന ഒരു പക്വത നമ്മളിൽ ഉരുവായി വരും. And finally we come to a stage of being partakers of his divine nature. അവസാനമായി ഈ യാത്രയുടെ അന്ത്യത്തിൽ ക്രിസ്തുവിനോട് നമ്മളും അനുരൂപപ്പെട്ടു വരും. So today's message is taken from 1 Peter chapter 4 verse 1. ഇന്നത്തെ പ്രസംഗത്തിന് ആധാരമായി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. Everybody open your Bible and let's read it together. വേദപുസ്തകം കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വേദപുസ്തകം തുറന്നു വെച്ച് 1 പത്രോസ് 4-ന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. In English it says, for as much as then as Christ has suffered for us in the flesh, arm yourself likewise. Yeah, with the same mind. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമ്മളും ആ ഭാവം തന്നെ, കഷ്ടതയുടെ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. One of the greatest issues and the problems of this 21st century Christians is this. 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ ഗോളത്തെ വല്ലാതെ കടന്നു പിടിച്ചൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ലേഖനത്തിൽ ലേഖനകർത്താവ് അഭിസംബോധന ചെയ്ത വിഷയമാണ്. They have taken away the word suffering from their dictionary. കാരണം ഇന്നത്തെ ആധുനിക ക്രൈസ്തവ ലോകത്തിലെ അഭിനവ പഠിതാക്കൾ തങ്ങളുടെ നിഘണ്ടുവിൽ നിന്നും മനഃപൂർവ്വം എടുത്തു കളഞ്ഞൊരു പദമാണ് കഷ്ടത എന്നുള്ളത്. They don't want to hear about suffering. കാരണം കഷ്ടതയെക്കുറിച്ച് കേൾക്കുന്നത് പോലും അവർക്ക് ചതുർത്ഥിയാണ്. They don't want suffering in their life. ജീവിതത്തിൽ കഷ്ടത വന്നാൽ അവർ വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നു. They are against the sufferings. അതുകൊണ്ട് തന്നെ കഷ്ടത എന്ന് കേട്ടാൽ അവർ അതിനോട് എതിർപ്പുള്ളവരായി തീരുന്നു. It is on the basis of that a new theology has been formed. അതിനോട് അനുരൂപപ്പെട്ട ഒരു പുതിയ ദൈവശാസ്ത്രം പോലും ഉടലെടുത്തു. It may be called as prosperity theology. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സമൃദ്ധിയുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ്. They never want to use the word suffering. ഈ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ആയുസ്സിൽ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പദമാണ് കഷ്ടത എന്നുള്ളത്. But Bible doesn't say so. എന്തോ വേദപുസ്തകം അതിനോട് ഒത്തു പറയുന്നില്ല. And they don't even, some of them even believe that the church will not has to face, or church need not has to face suffering while they live in this world. അത് മാത്രമല്ല അവരിൽ ചിലർ വിദ്വാൻമാർ പറയുന്നത് ദൈവസഭ ഇങ്ങനെ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടെന്ന് ആവശ്യമില്ല, അവർ ദൈവമക്കളായി തീർന്നാൽ കഷ്ടത തീണ്ടുകയില്ല എന്നുള്ളത്. Hello, are you preaching from the word of God? Hello, are you preaching from the word of God? ഇത് കേട്ട ഈ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ വല്ലാത്ത തിരതള്ളലിൽ കേട്ടുപോയ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അല്ലല്ല നിങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെയാണോ? What did Apostle Peter say about sufferings in the Bible? ഞാൻ പറയുന്നത് മാറ്റിവെക്കുക. തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പത്രോസ്
എന്താണ് പറയുന്നതെന്ന് നമുക്ക് The കേൾക്കാം. word suffering is used 240 times in the entire Bible. മുഴുവേദ പുസ്തകത്തിൽ 240 തവണയാണ് കഷ്ടത എന്ന് പറയുന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. And out of that 240 words, 16 times it is used in 1 Peter. ആ 240-ൽ 16 പ്രാവശ്യവും പത്രോസ് എഴുതിയ ഈ ലേഖനത്തിലാണ് കഷ്ടത എന്ന് പറയുന്ന ഇന്നത്തെ സമൃദ്ധിയുടെ സുവിശേഷകന്മാർക്ക് അരോചകമായിരിക്കുന്ന ആ പദം വെളിപ്പെട്ടിരിക്കുന്നത്. And out of this 16, ഈ 16-ൽ 6 times is all about the sufferings of Christ. ഇത് 6 പ്രാവശ്യവും കഷ്ടത ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തു ജഡത്തിൽ അനുഭവിച്ച കഷ്ടതയെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ്. ക്രിസ്തുവിന്റെ കഷ്ടതയാ പറയുന്നത്. But 10 times it is used sufferings of the believers. പക്ഷെ 16-ൽ 6 പ്രാവശ്യം ക്രിസ്തുവിന്റെ കഷ്ടതയാണെങ്കിൽ ശേഷിക്കുന്ന 10ഉം ക്രിസ്തുവിനെ പിന്തുടരുന്നവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കഷ്ടതയെ കുറിച്ചാണ്. So in chapter 4 verse 1 we read, 1 പത്രോസ് 4-ന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, let this be your arm or your weapon to live in this world. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ വക്രതയും പിഴച്ചതുമായ ഈ തലമുറയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പത്രോസ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ആ ഭാവം തന്നെ, കഷ്ടതയുടെ ഭാവം തന്നെ നിങ്ങളുടെ ആയുധമായി സ്വീകരിപ്പിൻ So what എന്ന്. does Bible teach about sufferings of a Christian? അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് കഷ്ടതയോടുള്ള ബന്ധത്തിൽ എന്തായിരിക്കണം എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കാൻ Is ആഗ്രഹിക്കുന്നത്. there suffering for a Christian? ഒരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും. ഒരു ദൈവ പൈതലിന് കഷ്ടതയുണ്ടാകുമോ? I came to the Lord because I thought all my sufferings will go away. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത് തന്നെ എൻ്റെ കഷ്ടതയ്ക്ക് ഒരു ശമനം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടായിരുന്നുവല്ലോ. I thought all my sufferings and all my sorrows will be over if I take Jesus as my personal savior. യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായും കർത്താവായും ഏറ്റെടുത്ത് ഞാൻ വിശ്വാസ സ്നാനം ഏറ്റെടുത്തപ്പോൾ ഞാൻ കരുതി വെച്ചിരുന്നത്, എന്നെ പഠിപ്പിച്ചിരുന്നത് എല്ലാ കഷ്ടതയും തീർന്നു എന്നാണല്ലോ. There is not even a single scripture to prove that. അതിനെ സ്ഥാപിക്കുവാൻ, അതിനെ പിന്താങ്ങുവാൻ ഒരു വാചകം പോയിട്ട് ഒരു വാക്ക് പോലും തിരുവെഴുത്തിലില്ല. Christian life is a call unto suffering. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത അനുഭവിക്കുവാൻ, കഷ്ടത ഏൽക്കുവാൻ വരം ലഭിച്ചവരാണ് ക്രിസ്ത്യാനികൾ. Christian life is a call unto suffering. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ജീവിതം തന്നെയാണ്. What did Jesus say about it? അതിനെക്കുറിച്ച് കർത്താവ് തന്നെ എന്താണ് അരുളി In the ചെയ്തിരിക്കുന്നത്? Gospel of Matthew chapter 16 verse 24 we read, മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവെഴുത്തിൽ കർത്താവ് തന്നെ അരുളി ചെയ്തു. everybody has to open the Bible and look into the scripture. എല്ലാ പ്രിയപ്പെട്ടവരും വേദപുസ്തകം തുറന്ന് ആ തിരുവെഴുത്ത് വായിക്കണമെന്ന് ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. Then Jesus said unto his disciples, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, if anyone or any man will come after me, ഒരുത്തൻ, ഏതൊരു മനുഷ്യനും എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ let him deny himself തന്നെത്താൻ ത്യജിച്ച് and take up his cross and follow me. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. Taking the cross is not a prestigious thing or a blessed thing. ക്രൂശ് എടുക്കുക എന്നുള്ളത്, ശാപമരണത്തിന്റെ അടയാളമായ ക്രൂശ് വഹിക്കുക എന്നുള്ളത് സമൂഹത്തിൽ അന്തസ്സുള്ള ഒരു അനുഭവമല്ല. Everyone who lived in that Roman culture and the Judaistic culture and the Greek culture knew to bear a cross is not something exemplary or something that you will be put up. റോമൻ സംസ്കാരത്തെ കുറിച്ച് അറിവുള്ളവർക്ക്, യഹൂദ പശ്ചാത്തലത്തിൽ ജീവിച്ചവർക്ക്, ഗ്രീക്ക് പാരമ്പര്യമുള്ളവർക്കെല്ലാം ഒരു കാര്യം അറിയാം. പാളയത്തിന് പുറത്ത് ശാപമരണം വഹിക്കുന്നവന് കൊടുക്കുന്ന ഒരടയാളമാണ് ക്രൂശ്. അത് സമൂഹത്തിൽ പദവിയും പത്രാസും കൊടുക്കുന്നതിന്റെ ലക്ഷണമല്ല. Cross was not a Judaistic symbol. ഒരിക്കലും ക്രൂശ് എന്ന് പറയുന്നത് യഹൂദ സംസ്കാരത്തിന്റെ പ്രതീകമല്ല. Cross was a Roman thing to kill or put death to the people who are ready to be executed. കാരണം മരണശിക്ഷയ്ക്ക് യോഗ്യരായവരെ അന്നത്തെ റോമാ സാമ്രാജ്യം
മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഖാന്തിരമായിരുന്നു. ശാപമരണത്തിന്റെ, നികൃഷ്ട മരണത്തിന്റെ അടയാളമായിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. So unto a Jew, cross is a curse. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് അത് ശാപത്തിന്റെ അടയാളമാണ്. It was a symbol of curse. It was a Roman instrument, and to a Jew it was a symbol of curse. റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു മർദ്ദന ഉപാധി എന്ന നിലയ്ക്ക് അതിന്റെ അടയാളം പോലും ഒരു ഭക്തനായ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് ശാപത്തിന്റെ അടയാളമായിരുന്നു. ദൈവഹിതത്തിന് നിരക്കാത്ത ഒന്നായിരുന്നു. Judaistic execution was stone them and kill them. കാരണം യഹൂദ പാരമ്പര്യ പ്രകാരം, മോശയിക നിയമപ്രകാരം അവർ മരണശിക്ഷയ്ക്ക് വിധിച്ചിരുന്നവരെ ചെയ്തിരുന്നത് കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. That's why Stephen was stoned and killed. അതുകൊണ്ടാണ് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത്. That's why the woman who caught in the adultery brought before Jesus to be stoned and killed. അതുകൊണ്ടാണ് വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ന്യായപ്രമാണ പ്രകാരം അനുശാസിക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലേണ്ടുന്നതിന് വേണ്ടി ജനം കൂടി വന്നത്. So that was the Judaic style of execution. അതായിരുന്നു യഹൂദ സംസ്കാര പ്രകാരമുള്ള മരണശിക്ഷ എന്ന് പറയുന്നത്. Cross was a curse unto Jews. അതുകൊണ്ട് തന്നെ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് പറയുന്നത് ശാപത്തിന്റെ അടയാളമായിരുന്നു. Something they are not proud of. ഒരിക്കലും ഒരു യഹൂദനും ക്രൂശിനെ ചൊല്ലി അഭിമാനം കൊണ്ടിരുന്നില്ല. Something that never wanted to even mention by their word. തങ്ങളുടെ വാ കൊണ്ട് അങ്ങനെ ഒരു പദം പരാമർശിക്കുവാൻ പോലും അവർ മനസ്സ് വെച്ചിരുന്നില്ല. But when Jesus said to his disciples, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, if anybody wants to follow me, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ he has to take up the cross and follow me. ആദ്യം ചെയ്യേണ്ടുന്നത് തന്റെ ക്രൂശ് എടുത്തവൻ എന്റെ പിറകെ വരട്ടെ. Christian life is a call unto suffering. അതുകൊണ്ട് തന്നെ അടിവരയിട്ട് ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെ അനുഭവം കൂടെയുള്ള ജീവിതമാണ്. Secondly, രണ്ടാമതായി Jesus very clearly said to the people, വളരെ വ്യക്തമായി തന്നെ യേശു പുരുഷാരത്തോട് പറഞ്ഞു, you have persecution and suffering in this world. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഷ്ടതയും ഉപദ്രവവും ഉണ്ട് എന്ന്. And he said like this, അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, they have hated me. അവർ എന്നെ പകച്ചുവെങ്കിൽ, If this is what they have did to these woods which are not dry, കാരണം പച്ചമരത്തോട് അവർ അങ്ങനെ ചെയ്തുവെങ്കിൽ ഉണങ്ങിയ മരത്തോട് അവർ എത്രയധികം ചെയ്യും. Christian life is a call unto suffering. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി തന്നെയുള്ളതാണ്. If you want to avoid a cross, that means you are not in the right track. ഈ ക്രൂശ് ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ജീവിതത്തിൽ കഷ്ടത വരുന്നതിനോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതിനൊരൊറ്റ അർത്ഥമേയുള്ളൂ, നിങ്ങൾ ശരിയായ വിശ്വാസ പാതയിലല്ല. Christianity without cross is not a Christianity, it is something else. ക്രൂശിന്റെ അനുഭവമില്ലാത്ത വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന സകലർക്കും ഉപദ്രവമുണ്ട് എന്ന് അറിഞ്ഞുകൊള്ളുക. So first thing what I want to teach you is suffering is a part of our faith. അതുകൊണ്ട് തന്നെ ആദ്യമായി എനിക്ക് ദൈവസഭയെ പഠിപ്പിക്കുവാനുള്ളത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് കഷ്ടതയൂടെ ചേർന്ന അനുഭവമുള്ളതാണ്. Persecution and suffering is a part of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ അവിഭാജ്യമായ ഘടകങ്ങളാണ് കഷ്ടതയും ഉപദ്രവവും എന്ന് പറയുന്നത്. Why this suffering happens in our life? എന്തുകൊണ്ടാണ് ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്? The epistle of the first Peter chapter 4 verse 2, it very clearly says why sufferings come into our life. എന്തുകൊണ്ടാണ് പരമാർത്ഥതയോടെ ജീവിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി നിവരെ നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടത എത്തി നോക്കുന്നത് എന്ന് വളരെ വ്യക്തമായി 1 പത്രോസ് 4:2 പത്രോസ് വിവരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന് മാത്രമേ കഷ്ടതയുള്ളൂ. If you want to live in accordance with the word of God and pleasing to Jesus, there is suffering. ഒരു കാര്യം ഞാൻ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്,
ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ, ദൈവകൽപ്പനകളോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ മാത്രമേ കഷ്ടത തലപൊക്കുകയുള്ളൂ. അല്ലാത്തവരുടെ ജീവിതത്തിൽ കഷ്ടതയേയില്ല. There is no suffering in other people's life. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയുമില്ല. You can have a suffering free life if you don't want to live in accordance with the word of God and please according to the word of God. ദൈവവചന പ്രകാരം ജീവിക്കാൻ And please നിങ്ങൾക്ക് Jesus. മനസ്സില്ലാത്തവരാണ് എങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കുവാനുള്ള വിധേയത്വമില്ലാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് കഷ്ടതയൊന്നും അനുഭവിക്കേണ്ടി വരില്ല. Why we are persecuted? Why we have to go through all this suffering? എന്തുകൊണ്ടാണ് നമ്മൾ ഉപദ്രവിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്രമേൽ കഠിന ശോധനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത്? Why do people put us aside? എന്തുകൊണ്ടാണ് ജനം നമ്മളെ ഒരു മൂലക്കിരുത്തുന്നത്? Because we wanted to please God. ഒരൊറ്റ കാരണമേ ഉള്ളൂ, പരകാര്യത്തിൽ ഇടപെടുന്നവരായിട്ടല്ല, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ജീവിക്കുന്നു എന്നുള്ളൊരൊറ്റ കാരണത്താൽ ഈ ലോകം നമ്മളെ പഴിച്ച് പരിഹസിച്ച് മാറ്റി നിർത്തുന്നു. We want to please God. That's why we have to face suffering in this world. നമ്മൾക്ക് ഏത് വിധേനയെങ്കിലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം, ദൈവത്തിന് പ്രസാദമായി ജീവിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്ന കഷ്ടതകളും ഉപദ്രവങ്ങളും പരിഹാസങ്ങളും ജീവിതത്തിൽ എല്ലായ്പ്പോഴും എത്തി നോക്കുന്നത്. Thirdly, മൂന്നാമതായി, Jesus had suffering in his life. യേശു കർത്താവിനെ തൻ്റെ ഐഹിക കാലത്തെ ജീവിത കാലയളവിൽ കഷ്ടത അനുഭവിക്കേണ്ടതായി വന്നു. Chapter 4 verse 1. 1 പത്രോസ് 4:1 വാക്യം Bible very clearly says വളരെ വ്യക്തമായി തന്നെ തിരുവെഴുത്ത് സാക്ഷ്യം പറയുകയാണ്. Christ suffered. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു എന്ന്. Christ suffered. ക്രിസ്തു സഹിച്ചു, കഷ്ടത അനുഭവിച്ചു. Our Savior, our Lord and our Master, he suffered in his body. നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകൻ, നമ്മൾ ആരുടെ പുറകെ ഇറങ്ങി പുറപ്പെട്ടുവോ നമ്മുടെ നായകൻ നമുക്ക് മുൻപേ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവനായിരുന്നു. So I taught you 4 things over here. 4 കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു. Christian life is a call unto suffering. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടതാണ്. Jesus has already promised that there is suffering for his disciples. വളരെ വ്യക്തമായി തന്നെ ക്രിസ്തു പറഞ്ഞു, തന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകുമെന്ന് ക്രിസ്തു അടിവരയിട്ട് പറഞ്ഞു. Why the suffering comes into our life? Because we want to lead a life that is pleasing unto God or according to the word of God. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടത എത്തി നോക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ കൊച്ചു ജീവിതം കൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണമായി ജീവിക്കുവാനായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ കഷ്ടത ജീവിതത്തിൽ തലപൊക്കുന്നത്. So 4 things we have learned already. 4 കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു. Number 1, അതിലൊന്ന്, we are called into suffering. Our Christian life is a call unto suffering. നമ്മളെ, അർത്ഥാൽ ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ ദൈവം വിളിച്ച് വേർതിരിച്ച ആ ജീവിതയാത്രയിൽ കഷ്ടതയുണ്ട്, സത്യം. Our Jesus suffered in the flesh. നമ്മുടെ കർത്താവ് പോലും ജഡത്തിൽ കഷ്ടത അനുഭവിച്ചു. And this suffering is because we wanted to lead a life pleasing unto God. ദൈവത്തിന് പ്രസാദകരമായി തീരുന്ന ഒരു യാഗമായി നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത്. Fourthly, നാലാമതായി, Jesus has already promised that there will be sufferings in your life when you follow Jesus. നിശ്ചയമായ കർത്താവ് തന്നെ മുൻകൂറായി ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സകലർക്കും കഷ്ടതയുണ്ടായിരിക്കും, ഉപദ്രവം ഏൽക്കേണ്ടി The വരുമെന്ന്. next few points I will just mention and finish this session. അടുത്ത ചില കാര്യങ്ങൾ കേവലം ഒന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുവാൻ In ആഗ്രഹിക്കുന്നു. chapter 4, Apostle Peter says, 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. there are 2 types of sufferings. 2 തരത്തിലുള്ള കഷ്ടതകളുണ്ട്. There are 2 types of sufferings. 2 തരത്തിലുള്ള കഷ്ടതകളുണ്ട്. Suffering because you became a Christian. അതിലൊന്ന് എന്ന് പറയുന്നത്, നിങ്ങളൊരു ദൈവ പൈതലായി തീർന്നതിൻ്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ. I know many of you have experienced that. നിങ്ങളിൽ അനേകരും
അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയവരായിരിക്കാം. Because you became a Christian, you suffered a lot. കാരണം ഒരു ദൈവ പൈതലായി തീർന്നു എന്നുള്ളതിൻ്റെ പേരിൽ നിരവധിയായ ഒറ്റപ്പെടലുകളും നിരവധിയായ പരിഹാസത്തിനും പാത്രീഭൂതമായി തീരേണ്ടുന്നൊരവസ്ഥ. And Apostle Peter says, be proud of that. അവിടെയാണ് നമ്മൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ഓർക്കുന്നത്, ഞാൻ അക്കാര്യത്തിൽ ഞാൻ അഭിമാനമുള്ളവനാണ് എന്ന്. Peter says, പത്രോസ് പറയുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിൽ ലജ്ജിക്കരുത്, അതിൽ അഭിമാനം കൊള്ളണം. So there is a suffering because you choose the path of Jesus. കാരണം യേശുവിൻ്റെ കാൽപാദങ്ങളെ പിന്തുടർന്നു എന്ന ഒറ്റ കാരണത്താലാണ് ജീവിതത്തിൽ ഒരു ദൈവ പൈതലിനെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത്. Why people avoid you? Why people eliminate you? Why people persecute you? Only because of your faith. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാർച്ചക്കാരും ചങ്ങാതിമാരും കൂടുന്ന ഇടങ്ങളിൽ നിങ്ങളെ പങ്കെടുപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളെ അവർ ഒറ്റയ്ക്ക് മാറ്റി നിർത്തുന്നത്? ഒരൊറ്റ കാരണമേയുള്ളൂ, നിങ്ങൾ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം. Suffering because of your faith, because you become a Christian. കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിവരെ നിൽക്കുവാൻ, അറിഞ്ഞ ബോധ്യങ്ങൾക്ക് വേണ്ടി നിവരെ നിൽക്കുവാൻ നിങ്ങൾ നട്ടെല്ല് കാണിച്ചു എന്നൊരൊറ്റ കാരണത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും. Peter also says that, but there is another type of suffering, sir. അതുമാത്രമല്ല മറ്റൊരു കഷ്ടതയെ കുറിച്ചും പത്രോസ് പരാമർശിക്കുന്നുണ്ട്. അത് കയ്യിലിരിപ്പോണ്ട് കിട്ടിയതാ. Peter gives some examples of that. അതിനോടനുബന്ധമായി പത്രോസ് തന്നെ ചില ഉദാഹരണങ്ങൾ നിരത്തി വെക്കുന്നുണ്ട്. It says that അത് പ്രകാരമാണ് പറയുന്നത്. Okay, verse 15. 15ാമത്തെ വാക്യം, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം. അപ്പം അങ്ങനെയുണ്ടൊരു കഷ്ടം. വിശ്വാസിയാണ്, അടുത്തുള്ളവൻ്റെ പറമ്പിൽ കയറി ഒരെണ്ണം കാണിച്ച് 4 പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് വിശ്വാസത്തിൻ്റെ പേര് കിട്ടിയതല്ല, അതെൻ്റെ പറമ്പിൽ കയറി തേങ്ങ എടുത്തുകൊണ്ട് കിട്ടിയതാ. എന്നിട്ട് ഞായറാഴ്ച വന്ന് പറഞ്ഞ എന്തുവാ, കർത്താവിന് വേണ്ടി ഐഡിയ ഉണ്ട്. അന്വേഷിച്ച് അവിടെ ചെന്ന് അന്വേഷിക്കാൻ നമ്മൾ മനസ്സിലായേ എന്തുവാ ആ കഷ്ടത എന്തുവായിരുന്നു ഇവിടെ പറയുന്നുണ്ട്. കൊലപാതകനോ കള്ളനോ കള്ളൻ. ഇനി അതുകൊണ്ടുണ്ട് പല കാര്യത്തിൽ ഇടപെടുന്നവന് അങ്ങനെ കിട്ടും കഷ്ടത. So sufferings are 2 types. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ദൈവമക്കൾ മനസ്സിലാക്കാൻ 2 തരത്തിൽ കഷ്ടതകളുണ്ട്. ദയവ് ഇത് ആദ്യത്തെ ഗ്രൂപ്പിലെ പെടാവൂട്ടോ, പ്ലീസ് പ്ലീസ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പല കാര്യത്തിൽ വല്ലവൻ്റെയും കാര്യത്തിലൊക്കെ പോയി ഇടപെട്ടിട്ട് എന്ത് ചെയ്യരുത്, അടി വാങ്ങിക്കരുത്. So sufferings are 2 types. Peter very clearly said that. വളരെ വ്യക്തമായി തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് 2 തരത്തിൽപ്പെട്ട കഷ്ടതകളുണ്ട്. Be proud to be suffering for the kingdom of God. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതിൽ ലജ്ജിക്കരുത്, അത് ജീവിതത്തിലെ വലിയൊരു അഭിമാനമായി എണ്ണണം. What is the result of this suffering? ഈ കഷ്ടതകളുടെ ഒക്കെ അതിൻ്റെ അനന്തര ഫലം എന്തായിരിക്കും? Character formation. നിശ്ചയമായും നമ്മുടെ സ്വഭാവ രൂപീകരണമാണത്. In the book of Romans, Apostle Paul says, അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയ റോമാലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. Suffering brings character. കഷ്ടത സിദ്ധതയെ കൊണ്ടുവരും, സ്വഭാവ രൂപീകരണത്തിന് അടിസ്ഥാനമിടും. Suffering brings character formation. നിശ്ചയമായും ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ കഷ്ടതയുടെ കഠിന ചോദനയിലൂടെ കടന്നുപോയാൽ അവൻ തിളങ്ങുന്ന മുത്തായി പുറത്തു വരും. Shall we stand in the presence of God? നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധാനം എഴുന്നേറ്റ് നിൽക്കാം. So suffering is a part of our Christian life. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവ പൈതലേ, ഈ കഷ്ടത എന്ന് പറയുന്നത് നമ്മൾ ദൈവ പൈതലായിരിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ കൊടുക്കുന്ന നികുതിയാണ്. If there is no suffering, ഒരു കഷ്ടതയുമില്ല എങ്കിൽ you have to check your Christian life. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവമായി, നിങ്ങളുടെ വിശ്വാസ ജീവിതം വളരെ ഗൗരവമായി നിങ്ങൾ പരിശോധിക്കണം. എനിക്കൊരു കഷ്ടതയില്ല പാസ്റ്റർ എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ വിശ്വാസത്തിലല്ലെന്ന് അതിൻ്റെ അർത്ഥം. If there is no problem, something is wrong with him. ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഒരു ഉപദ്രവവും ഏൽക്കേണ്ടി വരുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ നടക്കുന്ന വഴി ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. If there is suffering, that means you are in the right track. നിശ്ചയമായും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ഓർത്തുകൊള്ളുക, നടക്കുന്നത് ശരിയായ വഴിയിൽ തന്നെയാണ്. A Christian character is formed in you.
അതിലൂടെയാണ് ഊതിക്കഴിച്ച വെള്ളിക്ക് സമാനമായി ഒരു ക്രിസ്തീയ സ്വഭാവം നമ്മളിൽ ഉരുവായി വരുന്നത്. Finally, you will be the partaker of his nature. അവസാനമായി ഈ കഷ്ടതയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഓരോ കഷ്ടതയും, ഓരോ ഒറ്റപ്പെടുത്തലും, ഓരോ പരിഹാസവും ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. Father, we just thank you for all the sufferings that we go through. പ്രിയ പിതാവേ, ഞങ്ങൾ കടന്നു പോകുവാനായി അങ്ങ് അനുവദിച്ച എല്ലാ കഷ്ടതകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. Lord, help us to have a right attitude towards suffering. കർത്താവേ, ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ കഷ്ടതകളോടും തിരുവെഴുത്ത് പറയുന്നത് പോലെ നിർമ്മമതയോടെ അതിനെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. A positive attitude, not a grumbling attitude. കർത്താവേ, ജീവിതത്തിൽ ഉപദ്രവങ്ങൾ തലപൊക്കുമ്പോൾ, പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുമ്പോൾ പിറുപിറുക്കുന്നവരായിട്ടല്ല കർത്താവേ, എൻ്റെ ദൈവമറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള മനോഭാവത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ സഹായിക്കണമേ. Help us, our character to be formed like your character. കർത്താവേ, അങ്ങയുടെ ദിവ്യ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനായി അങ്ങ് അനുവദിച്ച എല്ലാ കഷ്ടതകൾക്കുമായി സ്തോത്രം. We love you, Jesus. We love you. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു അപ്പാ. Thank you for you love us also. കർത്താവേ, അങ്ങ് ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചതിനായി സ്തോത്രം. That all glory and honor and praise be unto you. സകല മാനവും മഹത്വവും ആരാധനയും പുകഴ്ചയും അങ്ങേക്ക് മാത്രം. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ തന്നെ. Amen and amen.